പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും അസമാധാനത്തിൻ്റെ നടുവിൽ സമാധാനത്തോടെ, അരക്ഷിതാവസ്ഥയുടെ മധ്യത്തിൽ വളരെ ശാന്തതയോടെ, ഊർജ്ജസ്വലതയോടെ, പ്രസരിപ്പോടെ ലോകത്തിലെ സംഭവങ്ങൾ ഞെട്ടിക്കുന്നതും ഭീതിപ്പെടുത്തുന്നതുമാകുമ്പം കർത്താവിൻ്റെ പാദപീഠത്തിൽ ആ ചിറകിൻ്റെ കീഴിൽ സമാധാനത്തോടെ നമുക്ക് കൂടുവാനും ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാനും ആയുസ്സിനെയും ആരോഗ്യത്തെയും തന്ന ദൈവനാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനശുദ്ധിയിലേക്ക് കടക്കാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം അതിൻ്റെ 3 വാക്യം, ഐസയ്യാ ചാപ്റ്റർ 61 വേഴ്സ് 3 വായിച്ചു കേൾപ്പിക്കുന്നു. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കുടിപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. കേട്ടിട്ടുള്ള വചനമാണ്. എന്നാലും ഈ 61 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ ആ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് ലൂക്കോസ് എഴുതിയിരിക്കുന്ന 4:18 നിവർത്തീകരിക്കപ്പെടുന്ന, പള്ളിയിൽ ചെന്നു എല്ലാ കണ്ണുകളും യേശുവിൻ്റെ മേലായി. ആ വചനം വായിച്ചിട്ട്, യെശയ്യാ പ്രവാചകന്റെ ഈ വചനം വായിച്ചിട്ട്, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുകയാൽ ഇത് നിവർത്തിച്ചിരിക്കുന്നു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് തുടങ്ങിയ ഈ വചനം വായിച്ചിട്ട്, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ട്, നിവർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പള്ളിയിലുള്ള എല്ലാവരും അവനെ മലയിൽ നിന്ന് തള്ളിയിടുവാൻ ഭാവിച്ചു, എല്ലാവരും എതിർത്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഗ്രേറ്റ് കമ്മീഷൻ, അതായത് ഈ വചനം ഒറ്റ വാക്കി പറഞ്ഞാൽ മശിഹിയെക്കുറിച്ചുള്ള ഒരു പ്രാവചനിക അരുളപ്പാട്, അത് യെശയ്യാ പ്രവാചകനിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെടുന്നതാണ് നാം കാണുന്ന ഈ വചനം. ഇതിനകത്ത് യേശു കർത്താവ് മശിഹ വന്ന് ഇസ്രയേൽ ജനത്തിന് എന്തു ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വജനത്തിന് എന്തു ചെയ്യാൻ പോകുന്നു എന്നതാണ് നമ്മൾ ഈ 3 വാക്യത്തിൽ എടുത്തു പറയുന്നത്. യേശു കർത്താവ് വരുമ്പം സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദതൈലവും, വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, അവൻ സ്വന്തമായതിലേക്ക് വന്ന് സ്വന്തമായി അവർ കൈക്കൊണ്ടില്ല. സിയോന്റെ രക്ഷ, പുതിയ നിയമ സിയോനാകുന്ന, പുതിയ ഇസ്രായേലാകുന്ന, പുതിയ നിയമ സഭയാകുന്ന എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ളിൽ, ഈ ശബ്ദത്തിനുള്ളിൽ, ഈ കാതിലേക്ക് ഈ ശബ്ദം വരുമ്പോൾ, അതേ ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മെ വിചാരിച്ചിട്ട്, നമ്മെ ഓർത്തിട്ട്, നമുക്ക് വേണ്ടി പറയുന്ന ആ ദൈവവചനം ഹൃദയത്തിനകത്ത്, ആ കാതുകൊണ്ട് കേട്ട് ഹൃദയത്തിനകത്തേക്ക് ആ വചനം പതിയട്ടെ. വചനം പറയുന്നു, സിയോനിലെ ദൈവസന്നിധിയിലാണ് പ്രാർത്ഥിക്കുന്നുണ്ട്, പുതിയ നിയമ സിയോനിലെ, പുതിയ യെരൂശലേമിലെ ആളുകളാണ്. എന്നിട്ടും ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം ദുഃഖിതരായിരിക്കുന്നുവെങ്കിൽ അവർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല. ഈ ദുഃഖിതനായിരിക്കുമ്പോൾ അവർക്ക് വെണ്ണീർ എന്ന് പറയുമ്പം, മോർദെഖായി ദുഃഖത്തിലായപ്പം രട്ടിലും വെണ്ണീരിലുമായി. ഇയ്യോബ് അവരുടെ ജീവിതത്തിൽ ഭാരം വന്നപ്പം രട്ടിലും വെണ്ണീരിലുമായി. അതൊരു ഉപവാസവും വെണ്ണീറും ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ എഴുതുന്നത്, ദുഃഖത്തിന് പകരം, ആ ദുഃഖത്തിന്റെ സാഹചര്യത്തിൽ, താഴ്ന്നു പോകുന്ന സാഹചര്യത്തിൽ ദുഃഖത്തിന് പകരം അലങ്കാരമാലയും, ആ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, കണ്ണുനീരോടെ വിതച്ചതിന് ആർപ്പോടെ കൊയ്യുന്നതുപോലെ ദുഃഖിച്ചും കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിച്ചും ഇരുന്ന ഹന്നയ്ക്ക് ഒരു അലങ്കാരമാലയായിട്ട് ശമൂവേലിനെ കൊടുത്തതുപോലെ, ദുഃഖിച്ച് പ്രാർത്ഥിക്കുന്ന, കരയുന്ന ആ ദൈവപൈതലിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ യേശു കർത്താവിന്റെ കൂടെ നടക്കുന്ന, ആ പ്രാർത്ഥിക്കുന്ന, കാത്തിരിക്കുന്ന നിനക്ക് ദുഃഖത്തിന് പകരം, ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, അടുത്തത് ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും. ഹല്ലേലൂയ. ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോബ് വസ്തുതകൾ പറയും. ഇതുവരെ ദുഃഖമാ, സങ്കടമാ. സ്നേഹിതന്മാരെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വന്നവർ അവര് പോലും കഷ്ടപ്പെടുത്തുമ്പം അതേ ദുഃഖത്തിന് പകരം
ആനന്ദ തൈലവും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദുഃഖിച്ചും നിലവിളിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചും ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, കർത്താവേ എൻ്റെ കാര്യത്തിനൊരു നീക്കുപോക്ക് എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ, കുഞ്ഞെ നിന്നോട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ പറയട്ടെ, നിന്റെ ദുഃഖം മാറ്റി, നിന്റെ വിലാപം മാറ്റി സന്തോഷം ഒടിപ്പിക്കുന്ന നിന്റെ ദുഃഖം മാറ്റിയിട്ട് ആ ദുഃഖത്തെ ആനന്ദ തൈലമാക്കി, വിഷണ്ട മനസ്സെന്ന് പറയുന്ന നിനക്ക് ചലിക്കാൻ പറ്റാതെ, നിനക്ക് ദീർഘ നിശ്വാസങ്ങളായി ആ നിന്റെ മനസ്സിനകത്തെ ദുഃഖങ്ങൾ നെടുവീർപ്പുകളായി പുറത്തേട്ട് വരുമ്പോൾ, ആ വിഷണ്ട മനസ്സിന് പകരം നീ നിന്റെ വിഷണ്ട മനസ്സിനെ മാറ്റി നിന്നെ ഒരു മേലാടെ അണിയിപ്പിക്കുന്നു. അതിന്റെ പേരാ സ്തുതി എന്ന് പറയുന്നത്. 40-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. ശ്രദ്ധിക്കണമേ, നിലവിളി കേട്ടു. കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി, അവൻ എന്നെ ഒരു പാറമേൽ നിർത്തി, എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. കിടന്ന അവസ്ഥ കുഴിയായിരുന്നു, ചേറ്റുകൊണ്ടായിരുന്നു, കയറാൻ പറ്റാത്ത കുഴിയായിരുന്നു. അവിടെ നിന്ന് നിലവിളിച്ചു, കർത്താവ് കരം പിടിച്ചു കയറ്റി വന്നിട്ടൊരു പാറമേൽ, ഉറപ്പുള്ള ഇടത്ത്, ഉറപ്പുള്ള പാറമേൽ നിർത്തിയിട്ട് വായിലൊരു പാട്ട് തന്നു. അതാ സ്തുതി. ഇന്ന് ഈ വചനം യെശയ്യാ പ്രവാചകൻ മറ്റൊരു ഭാഷയിൽ പറയുന്നത് വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. കുഞ്ഞെ, നീ കർത്താവിനെയാണോ, നീ യേശു കർത്താവിനോടാണോ പ്രാർത്ഥിക്കുന്നത്, കർത്താവിനോടാണോ ചോദിക്കുന്നത്? വിശ്വസിച്ചോ, സ്തുതി എന്ന മേലാട കൊടുപ്പാൻ കർത്താവ് നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. എന്നിട്ട് 2 വസ്തുതകളോട് പറയുന്നുണ്ട്. യേശു കർത്താവ് നിന്നിലൂടെ മഹത്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം പേരൊന്ന് മാറ്റി എഴുതുന്നു. നിന്റെ പേരെഴുതുന്നത് 1 നീതിവൃക്ഷം, 2 യഹോവയുടെ നടുതല എന്നും പേരാകും. ഈ നീതിവൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് 15-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഹല്ലേലൂയ. അവസരത്തിനൊത്ത് നിൽക്കാത്തവൻ എന്ന് മറ്റൊരു തരത്തിൽ പറയാം. അല്ലെങ്കിൽ കാണുന്ന വഷളത്വത്തിന് കൂട്ടി നിൽക്കാത്തവൻ എന്ന് മറ്റൊരു തരത്തിൽ പറയാം. കള്ളനെ കണ്ടാൽ നീ അവനോട് അനുരൂപപ്പെടുന്നു, കർത്താവ് പറഞ്ഞിട്ടല്ല. വക്രനോട് ആ അനുരൂപപ്പെടുന്നില്ല. 15-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയുടെ പർവ്വതത്തിൽ ആർ നിൽക്കും, അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആർ വസിക്കും. ദുഃഖമാണ്, സങ്കടമാണ്, വേദനകളാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് വേദനയാ, സങ്കടമാ. പ്രാർത്ഥിക്കുന്നു, മറുപടി കിട്ടുന്നില്ല. യോബിനെ പോലെ സ്നേഹിതന്മാരാൽ നിന്ദിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു. എന്നിട്ടും നീതിയോടെ നിന്ന കുഞ്ഞെ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും കർത്താവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് യോബിനെ പോലെ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിന്ന കുഞ്ഞെ, നിന്റെ പേര് കർത്താവ് ഇടുന്നതാ നീതിവൃക്ഷമെന്ന്. ഹല്ലേലൂയ. നീതിവൃക്ഷമെന്ന് പേരാകും. പിന്നെ മറ്റൊരു പേരൂടെ പറയുന്നുണ്ട്, യഹോവയുടെ നടുതല എന്ന് പറഞ്ഞാൽ ഈ നടുക്കുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പണ്ട് അങ്ങനെ വിചാരിച്ചു, അങ്ങനല്ല. അടുത്ത ജനറേഷന് നടാൻ പറ്റുന്ന ശക്തിയുള്ള ഒരു നടുതല, പൊളിച്ചു കളയുന്നതല്ല, അടുത്ത ജനറേഷന് നടാൻ പറ്റുന്ന, അടുത്തൊരു ജനറേഷനെ ഉത്പാദിപ്പിക്കുന്ന ഒരു വിത്തായിട്ട് നടുതല എന്ന് പേരാകും. നീ സഹിച്ച ഭാരം, നീ സഹിച്ച വേദന, നീ സഹിച്ച കഷ്ടത, ഇത് തകർന്നു പോകുന്നതല്ല കുഞ്ഞെ, മറിച്ച് നിന്നെയൊന്ന് ബലപ്പെടുത്തി, നിന്നെയൊന്ന് പരുവപ്പെടുത്തി, നിന്നെയൊന്ന് പാകപ്പെടുത്തി അടുത്ത ജനറേഷന്, അടുത്ത വിളവിലേക്ക്, അടുത്ത ഒരു ജനറേഷനിലേക്ക് പണിയപ്പെടുന്ന നടുതലയാക്കി, സീഡാക്കി അങ്ങനെ മാറ്റുന്ന ഒരു ദൈവകൃപ. നിന്റെ പേര് മാറ്റുന്നു, നീതിവൃക്ഷമെന്നാക്കുന്നു. നീ അനുഭവിച്ച സങ്കടവും നീ അനുഭവിച്ച വേദനയും യോബ് പറഞ്ഞു, കർത്താവേ എനിക്കറിയാം, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒടുവിൽ ഞാൻ പൊടിമേൽ നിൽക്കുന്നു, ദേഹസഹിതനായി എൻ്റെ പ്രിയരെ ഞാൻ കാണും, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്നെ ഞാൻ കാണും. ഇങ്ങനെ എൻ്റെ ദേഹം ക്ഷയിച്ചിട്ട്, അതെ കുഞ്ഞെ പറഞ്ഞതുപോലെ 41-ാം അധ്യായം എത്തുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും സർവ്വതും നിന്റെ ഉദ്ദേശത്തിനായിട്ടാണെന്നും മനസ്സിലാക്കുന്നു. യോബ് ഒന്നുകൂടെ ഗ്രഹിച്ചു. ഇതുവരെ കേൾവിയ കർത്താവിനെ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്തറിഞ്ഞു.
കർത്താവ് കൂടെയുണ്ട് കുഞ്ഞെ. തകർന്നു പോകരുത്. സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിമറിച്ച് നിന്റെ പേരിനെ മാറ്റി നീതിവൃക്ഷം, സാഹചര്യത്തിനപ്പുറത്ത് നീതിവൃക്ഷം എന്ന് പേരിടുന്ന, നടുതല എന്ന് പേരിടുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. കർത്താവ് കൂടിയിരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുഃഖം മാറ്റി ആനന്ദ തൈലമാക്കുന്നു. രട്ടുമാറ്റി സന്തോഷം ഉടിപ്പിക്കുന്നു. കരഞ്ഞത് മതി, അതിന് മറുപടിയായി, അതിനുത്തരമായി എന്ന് പറയത്തക്കവണ്ണം കർത്താവെ, പേര് മാറ്റി നീതിവൃക്ഷമെന്നും നടുതലയെന്നും ഇടുന്ന അതിയൂർവയ്ക്കായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന സകല പേരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സ്വർഗം കൂടിയിരിക്കുന്നു. നിത്യതയിൽ എത്തുന്നവരെ കരം പിടിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രമപ്പ. വീണു പോകുവാൻ സമ്മതിക്കാതെ കർത്താവെ കരം പിടിച്ചുയർത്തി നിത്യത വരെ എത്തിക്കുന്ന, നയിക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനമുഖത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗുഡ് ബ്ലസ് യു, ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ചിറകിന്റെ മറവിൽ മറയട്ടെ. താങ്ക് യു സോ മച്ച്.